പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഇൻസ്പെക്ടർ സാബു സുധാകര മാഷിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. ഈ സമയത്ത് സുധാകര മാഷും കമലമ്മയും കൂടി പുറത്തേക്ക് വരികയായിരുന്നു. മാഷിനെ കണ്ടപ്പോൾ തന്നെ ഇൻസ്പെക്ടർ തിരക്കി, മാഷെ ഇപ്പം എങ്ങനെയുണ്ട്, അസുഖമൊക്കെ കുറഞ്ഞോ എന്ന്. സാറിപ്പോൾ എന്തിനാ വന്നത് എന്ന് മാഷ് ചോദിച്ചു. അല്ല മാഷെ, മാഷിനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയതാണല്ലോ. പിന്നീട് മാഷിനെ തിരികെ കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചുമതലയല്ലേ, അതിനുവേണ്ടി വന്നതാണെന്ന് പറയും. മാഷ് ഇത്രയും ദിവസം എവിടെയായിരുന്നു, എന്തായിരുന്നു അവിടെ നടന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വന്നതാണെന്നും ഓഫീസർ പറഞ്ഞു. അന്ന് മാഷിനെ കിട്ടിയ സമയത്ത് ഓർമ്മയും ബോധവും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്നൊക്കെ മാഷിനെ അറിയാമോ എന്നൊക്കെ സാബു ചോദിച്ചപ്പോൾ വിക്രം ഇടയിൽ കയറി പറഞ്ഞു, സാറേ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ, ഞങ്ങൾക്ക് അച്ഛൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് മതിയെന്ന്. പക്ഷേ വിക്രം പറഞ്ഞതൊന്നും സാബു എസ് അങ്ങ് സമ്മതിച്ചു കൊടുത്തില്ല. പോലീസിനെ അതൊക്കെ അറിഞ്ഞേ പറ്റൂ, മാഷിനെ ചോദ്യം ചെയ്യണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോഴാണ് സുധാകര മാഷ് മനസ്സ് തുറക്കുന്നത്. എനിക്ക് ശരിക്കും ഒന്നും അറിയില്ല സാറേ, അവരാരാണെന്നോ എന്നെ എന്തിനാണ് പിടിച്ചു കൊണ്ടുപോയതെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഈ വീട്ടിൽ എത്തിയതെന്ന് പോലും എനിക്ക് ബോധമില്ലായിരുന്നു. എന്നെ മയക്കിക്കിടത്തിയിരിക്കുകയായിരുന്നു എന്നൊക്കെ സുധാകര മാഷ് പറയും. സാബു ഇതൊന്നും അങ്ങ് വിശ്വസിക്കാൻ തയ്യാറായില്ല. മാഷിന് എന്തൊക്കെയോ അറിയാം, ആരോടെങ്കിലുമുള്ള പേടി കൊണ്ട് സത്യം മറച്ചു വെക്കുകയാണോ എന്ന് അദ്ദേഹം സംശയിച്ചു. വിക്രം വീണ്ടും പറഞ്ഞു, അച്ഛൻ പറഞ്ഞതാണല്ലോ ഒന്നും ഓർമ്മയില്ല എന്ന്, പിന്നെന്തിനാ നിങ്ങളിങ്ങനെ ചോദിക്കുന്നത്. അപ്പോഴാണ് സാബു വിക്രമിനെ ഒന്ന് വിരട്ടുന്നത്. എടാ, നീ ഇതിൽ അധികം കളിക്കൊന്നും വേണ്ട. ഒരു പരാതി വന്നാൽ അത് അന്വേഷിക്കേണ്ട അധികാരം ഞാൻ എന്ന പോലീസ് ഓഫീസർക്കുണ്ട്. അന്ന് മാഷിന് ബോധമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വിട്ടത്. ഇപ്പോൾ മാഷ് എല്ലാം തുറന്നു പറയണമെന്ന് സാബു കടുപ്പിച്ചു പറഞ്ഞു. വാസ്തവത്തിൽ ശ്രീകാന്ത് പറഞ്ഞിട്ടാണ് സാബു ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. മാഷ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് വിട്ട ഒരു പണി തന്നെയായിരുന്നു ഇത്. മാഷിന് ഒന്നും ഓർമ്മയില്ലെന്ന് ഉറപ്പായപ്പോൾ ശരി, ഓർമ്മ വരുമ്പോൾ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇൻസ്പെക്ടർ സാബു അവിടെ നിന്നും ഇറങ്ങി. സാബു പോയതിനു ശേഷം വിക്രം അച്ഛനോട് പതുക്കെ ചോദിച്ചു, അച്ഛ ശരിക്കും ഒന്നും ഓർമ്മ കിട്ടുന്നില്ലേ എന്ന്. ഇല്ലടാ മോനെ, എന്നെ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ എന്തിനാണ് പോയതെന്നോ എനിക്കിപ്പോഴും അറിയില്ല എന്ന് മാഷ് സങ്കടത്തോടെ പറഞ്ഞു. ഭാഗ്യത്തിന് ജീവൻ കിട്ടിയല്ലോ, അത് മതിയെന്ന് കമലമ്മ ആശ്വസിപ്പിച്ചുവെങ്കിലും വിക്രമിൻ്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ മുളപൊട്ടി. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് എന്തിനാണ് എസ് ഐ സാബു ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? ഇതിന് പിന്നിൽ വല്ല ഗൂഢാലോചനയുമുണ്ടോ? ഒരു പക്ഷേ മാഷിനെ തട്ടിക്കൊണ്ടുപോയതിന് സാബുവിന് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമോ? അല്ലെങ്കിൽ സത്യം പുറത്തു വരുമെന്ന് പേടിക്കുന്ന ആരോ ആണോ സാബുവിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എന്നൊക്കെ വിക്രം അങ്ങനെ ആലോചിച്ചു നിന്നു. വേദയുടെ കാര്യവും വിക്രമിൻ്റെ ഉള്ളിൽ വല്ലാതെ പുകയുന്നുണ്ട്. അവൾ ഈ വീട്ടിൽ നിന്ന് പോവാൻ കാരണം താനുമായിട്ടുള്ള വഴക്കല്ല എന്ന് വിക്രമിന് അത്രമാത്രം ഉറപ്പായിരുന്നു. താൻ ഇല്ലാത്ത സമയം അവൾ ഈ കുടുംബത്തെ വിട്ടു പോയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനമെടുത്ത് ആരോടും പറയാതെ പോകണമെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു കാരണമുണ്ടാവും. തന്നെ കണ്ടാൽ സമ്മതിക്കില്ലെന്ന് പേടിച്ചിട്ടായിരിക്കാം അവൾ പോയത് എന്ന് വിക്രം വിശ്വസിച്ചു. ഇതേ സമയം വേദയുടെ മനസ്സിലും വല്ലാത്ത സംഘർഷങ്ങളായിരുന്നു. രാധ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധം എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നും വിക്രമിനെ ഇഷ്ടമില്ലെന്ന് വേദ പറഞ്ഞ അത് വിശ്വസിക്കില്ല എന്നും രാധ പറഞ്ഞിരുന്നു. പാവം വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പോൾ അയാൾ നന്നാവാൻ നോക്കുമ്പോഴാണ് താൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നോർത്തപ്പോൾ വേദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രാധയ്ക്ക് പോലും സങ്കടം വരുന്നുണ്ട് എങ്കിൽ തൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് വേദ ഓർത്തു. എത്രയും പെട്ടെന്ന് തന്നെ ഇതൊരു പരിഹാരം കാണണം. അതുപോലെ ശ്രീകാന്തിനും അങ്കിളിനും നല്ലൊരു പണി കൊടുക്കുകയും വേണം എന്നൊക്കെ വേദ തീരുമാനിച്ചു. ഇതിനിടയിലേക്കാണ് ശ്രീകാന്ത് അഹങ്കാരത്തോടു കൂടെ തന്നെ വേദയുടെ മുറിയിലേക്ക് കടന്നു വരുന്നത്. നിന്റെ അമ്മായപ്പൻ കാണാൻ വന്നിരുന്നു എന്ന് നീ അറിഞ്ഞല്ലോ, എന്തായി എന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പോൾ അതൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വേദ തിരിച്ചടിച്ചു. എന്നാൽ ശ്രീകാന്ത് വിടാൻ ഭാവമില്ലായിരുന്നു. ആ വിക്രമിൻ്റെ കൂടെ പോവാൻ വല്ല മോഹമുണ്ടെങ്കിൽ അത് നീ അവിടെ വെച്ചേക്ക്. നീ സൈൻ ചെയ്ത ആ ഡിവോഴ്സ് പേപ്പർ ഞങ്ങൾ നാളെ തന്നെ ഫയൽ ചെയ്യാൻ പോവാണെന്ന് അയാൾ പറഞ്ഞു. ഫയൽ ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, എനിക്ക് കൂടി സമ്മതമാകേണ്ടേ എന്ന് വേദ ചോദിച്ചപ്പോൾ നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവളെ ഭീഷണിപ്പെടുത്തി. നീ ഒതുങ്ങിക്കൂടി നിന്നില്ല എങ്കിൽ വിക്രത്തിനും മാഷിനും നേരത്തെ വന്നതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനിയും സംഭവിക്കുമെന്ന് അയാൾ തുറന്നു പറഞ്ഞു. നിന്റെ കല്യാണം ഞങ്ങൾ ഇവിടെ ഇരുന്ന് നടത്തുമെന്നും കൂടി അയാൾ പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ഭീഷണിയൊന്നും വേദയുടെ അടുത്ത് നടക്കില്ല എന്നും ഇനിയെല്ലാം വേദ തീരുമാനിക്കുമെന്നും അവൾ പറഞ്ഞു അങ്ങ് ദേഷ്യപ്പെട്ടു അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പിന്നീട് വിക്രം വർക്ക്ഷോപ്പിലെത്തി തൻ്റെ കൂട്ടുകാരുമായി സംസാരിക്കുകയാണ്. വേദ തന്നെ മനഃപൂർവ്വം ഉപേക്ഷിച്ചതല്ല എന്നും ഇതിന് പിന്നിൽ മറ്റെന്തോ ഗൂഢാലോചനയുണ്ട് എന്നും വിക്രം രാജേട്ടനോടും ജോസഫിനോടും പറഞ്ഞു. അച്ഛനെ കാണാതായ സമയം മുതലാണ് വേദയുടെ സ്വഭാവം മാറിയത് എന്നും ഒരിക്കൽ അവൾ ശ്രീകാന്തിൻ്റെ ഓഫീസിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടിരുന്നുവെന്നും വിക്രം ഓർത്തെടുത്തു. ശ്രീകാന്ത് ആയിരിക്കുമോ മാഷിനെ തട്ടിക്കൊണ്ടുപോയത് എന്ന സംശയം അവിടെ കൂടിയിരിക്കുന്ന കൂട്ടുകാരോട് പങ്കുവച്ചു. അങ്ങനെയാണെങ്കിൽ അവൾ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ എന്ന് വിക്രം ചിന്തിച്ചു.
അച്ഛനെ കൊല്ലാൻ ആർക്കാണ് ഉദ്ദേശമെന്ന് കണ്ടെത്തിയേ മതിയാവൂ. ആ സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ദീപ്തി സഹായിക്കുമെന്ന് വിക്രമിന് ഉറപ്പായിരുന്നു. സത്യമെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിക്രം ഏതായാലും ദീപ്തിയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. വിക്രം ദീപ്തിയെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് പാഞ്ഞെത്തി. ദീപ്തി ആദ്യം സത്യങ്ങൾ പറയാൻ മടിച്ചുവെങ്കിലും തൻ്റെ അച്ഛൻ്റെ ജീവൻ അപകടത്തിലാണെന്നും വേദയെ അവർ ഭീഷണിപ്പെടുത്തി തടവിലാക്കിയതാണെന്നും വിക്രം വൈകാരികമായി പറഞ്ഞപ്പോൾ അവൾ ആകെ തകർന്നു പോയി. ശ്രീകാന്തും മങ്ങളും ചേർന്ന് മാഷിനെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ തെളിവുകൾ അവളുടെ ഫോണിലുണ്ടായിരുന്നു. ഒരു ബിസിനസ് ഡീലിന് വേണ്ടി മാഷിൻ്റെ വ്യാജ ഒപ്പ് ഇടാൻ ശ്രമിച്ചതും അത് മാഷ് തടഞ്ഞതുമാണ് എല്ലാത്തിനും കാരണമെന്നും അവൾ വെളിപ്പെടുത്തി. ഇത് കേട്ടതോടുകൂടി തന്നെ വിക്രമിൻ്റെ ഉള്ളിൽ ആളിപ്പടരുന്ന ഒരു കനൽ ജ്വാലയായി മാറി. അവൻ ഉടനെ തന്നെ രാജേട്ടനെയും ജോസഫിനെയും കൂട്ടിയിട്ട് ഒരു രഹസ്യ പ്ലാന് തയ്യാറാക്കി. അതേസമയം ശ്രീകാന്തിൻ്റെ വീട്ടിൽ വേദയെ ദർശനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരുന്നു. നീ ആ പേപ്പറിൽ ഒപ്പിട്ടില്ല എങ്കിൽ വിക്രമിനെ വർക്ക്ഷോപ്പിൽ നിന്നും ഞാൻ ചാരമാക്കും. വിക്രമിനെ നിനക്ക് ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നീ ഒപ്പിടണമെന്നൊക്കെ ശ്രീകാന്ത് അലറി വിളിക്കുമ്പോൾ വേദ നിസ്സഹായായി പെട്ടെന്ന് തന്നെ പേന കയ്യിലെടുത്തു. എന്നാൽ പെട്ടെന്നാണ് വീടിൻ്റെ വാതിൽ തകർത്തുകൊണ്ടതിനെ വിക്രമും കൂട്ടുകാരും അകത്തേക്ക് ഇടിച്ചു കയറി വരുന്നത്. ശ്രീകാന്തിൻ്റെ ഗുണ്ടകളെ തല്ലിയൊതുക്കി വിക്രം സിംഹത്തെ പോലെ തന്നെ മുന്നിൽ നിന്നു. എടാ ശ്രീകാന്തെ, നിന്റെ കളിയെല്ലാം ഇന്നത്തോടെ അവസാനിച്ചു എന്ന് വിക്രം ഗർജിച്ചപ്പോൾ തൻ്റെ കയ്യിലുള്ള റെക്കോർഡിങ്ങുകൾ അവൻ ഫോണിൽ പ്ലേ ചെയ്തു. പോലീസ് ജീപ്പിന്റെ സൈറൻ ശബ്ദം പുറത്തു മുഴങ്ങുന്നതോടുകൂടി തന്നെ ശ്രീകാന്തിന്റെ മുഖത്തെ ചോരയൊലിപ്പെല്ലാം ഇല്ലാതായി. സാബു സാറിന് വരെ ഈ ചതിയിൽ പങ്കുണ്ട് എന്ന് വിക്രം തെളിവ് സഹിതം തന്നെ പുറത്തു കൊണ്ടുവരുന്നു. വിക്രമിനെ കണ്ടതും വേദയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൾ ഓടി വന്ന് വിക്രമിന്റെ കൈകൾ ചേർത്ത് പിടിച്ചു. ഇനി നമ്മളെ ആർക്കും വേർപിരിക്കാൻ കഴിയില്ല വേദ എന്ന് വിക്രം പറഞ്ഞു അവളെ ചേർത്ത് പിടിക്കാണ്. അങ്ങളും ശ്രീകാന്തും പോലീസിന്റെ പിടിയിലാവുന്നതോടുകൂടി തന്നെ ആ വീടിന്റെ മൂടിയിരിക്കുന്ന ഒരു ഇരുട്ട് ഒഴിഞ്ഞുപോയതുപോലെയായി. പിന്നീട് വിക്രം വേദയെ കൂട്ടി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തി. ആ കാഴ്ച കണ്ട് സുധാകര മാഷും വേദയും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. മാഷിൻ്റെയും കമലമ്മയുടെയും കാല് തൊട്ട് വന്ദിച്ച് അവരെ ആ കുടുംബം നിറ കണ്ണുകളോടെ തന്നെ സ്വീകരിച്ചു. പഴയ ദേഷ്യവും വാശിയുമെല്ലാം തന്നെ മാറി പരസ്പരം വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന രണ്ടു പേരായി വിക്രമും വേദയും പുതിയൊരു ജീവിതം അവിടെ ആരംഭിക്കുകയായിരുന്നു. എല്ലാ ചതികളെയും സ്നേഹം കൊണ്ട് തോൽപ്പിച്ച ആ രാത്രി വീട്ടിൽ വീണ്ടും പവിത്രമെന്ന പേര് അനർത്ഥമായി മാറി. അങ്ങനെ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.